കാണുമ്പോൾ മാംഗല്യപ്സ് ലേറ്റസ്റ്റ് എപ്പിസോഡ് അറിയണം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനത് ധനുഷ് ഒരു പ്രധാന വിഷയമാണ്. അതുപോലെ തന്നെ അവധിക്കിട്ട വലിയൊരു പണിയാണ് ശിവരാമൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് റിവ്യൂ കാണുന്നതിന് മുന്നേ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസും ഷെയർസ് ലൈക്സിനും ആരും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇന്ന് എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അർച്ചനയും സച്ചിയും ഒക്കെ എന്താണ് സന്ധ്യയെ കാണാൻ പോയ കാര്യമാണല്ലോ. അപ്പം സന്ധ്യ എന്താണ് സച്ചിയെ പുറത്തിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. സച്ചി പുറത്തിരിക്കുമ്പോഴത്തേക്കും അർച്ചന എന്താണ് സന്ധ്യയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു മനസ്സിലാക്കുവാണ്. എന്നിട്ട് അർച്ചനയോട് സച്ചി അറിയാതെ തന്നെ സന്ധ്യ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കുറച്ച് വൈറ്റമിൻസിൻ്റെ കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ട് സച്ചിക്കൊരു സംശയം തോന്നാതിരിക്കാൻ സച്ചി കഴിക്കുമ്പോൾ താനും കൂടെ ഇത് കഴിക്കണം, ഇത് നിർബന്ധമായിട്ട് കഴിക്കണം, അല്ലെങ്കിൽ സച്ചിക്ക് എന്തെങ്കിലും സംശയം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ നിൽക്കത്തില്ല. അപ്പോൾ അർച്ചന എന്താണ് ഞാൻ കഴിച്ചോളാം എന്നൊക്കെ സമ്മതിച്ച് അർച്ചന ഇതൊക്കെ മേടിച്ച് ഇനി കൂടുതൽ നേരം നിന്ന് സംസാരിച്ചാൽ സച്ചിന് വല്ല സംശയം തോന്നിയാൽ വന്നിട്ട് അർച്ചന ഫോണിൽ വിളിക്കാതെ വന്നിട്ട് നേരെ സന്ധ്യയുടെ അടുത്ത് നിന്ന് ഇറങ്ങുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് പറയുന്നത് ധനുഷിനെ കാണാൻ വേണ്ടി അഡ്വക്കേറ്റ് വിജയലക്ഷ്മി വന്നിരിക്കുന്നതാണ് കാണിക്കുന്നത്. അവന്തിക ഒരു വ്യക്തിയെ പരിചയപ്പെട്ടില്ലേ, ശങ്കർ. അപ്പോൾ ശങ്കർ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വിജയലക്ഷ്മിയും കൊണ്ട് ധനുഷിനെ കാണാൻ വന്നത്. അപ്പം ധനുഷിനോട് എന്താണ് ശങ്കർ പരിചയപ്പെടുത്തി കൊടുക്കുക, ഇതാണ് അഡ്വക്കേറ്റ് വിജയലക്ഷ്മി മാഡം. അവന്തിക വേണ്ട എല്ലാ കാര്യം തന്നെ വിജയലക്ഷ്മിയോട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ധനുഷ് ഇനി പറയാനുള്ള കാര്യങ്ങൾ കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ബക്കാൽ തൊപ്പിട്ട ബെയിലിനുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യുമെന്ന് പറയുന്നത്. അപ്പം വിജയലക്ഷ്മി ധനുഷിനോട് സംസാരിക്കുമ്പം ധനുഷിൻ്റെ മുഖം കണ്ടറിയാം. ധനുഷിന് എന്താണെന്ന് വെച്ചാൽ പ്രതികാരത്തിൻ്റെ ആ ഒരു ദാഹം അടങ്ങാതിരിക്കുന്ന ആ ഒരു വാശിയാണ് ധനുഷിൻ്റെ മുഖം മൊത്തം കാണിക്കുന്നത്. അപ്പം വിജയലക്ഷ്മി പറയുന്നുണ്ട് തൻ്റെ കേസ് ഞാൻ നോക്കിയതാണ്, പക്ഷേ ഇതിനകത്ത് കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കാരണം പല കുടുക്കുകളുണ്ട് ഇതിനകത്ത്. ഒന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മറ്റേ ആ ഒരു പെൺകുട്ടിയുടെ കാര്യം, താൻ മുന്നേ ജോലി ചെയ്ത ഓഫീസിൻ്റെ കാര്യത്തിനകത്ത്. പക്ഷേ അവളുടെ കാര്യത്തിനകത്ത് താനല്ല കുറ്റക്കാരൻ, മറ്റൊരു വ്യക്തി അതിൻ്റെ ശിക്ഷ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ആ കാര്യത്തിനകത്ത് അത് വേഗം തന്നെ ആ സെക്ഷൻ എനിക്ക് ഊരി മാറ്റാൻ പറ്റും. പിന്നെ അടുത്ത പ്രധാന സെക്ഷൻ എന്ന് പറയുന്നത് ആൾമാറാട്ടം തന്നെയാണ്. അതിന് നമുക്ക് വേണ്ട ചില ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അതിനകത്ത് ഒരുവിധ പിഴം വരാതെ അത് ഒപ്പിച്ചെടുക്കണം. ഒന്ന്, ഗസറ്റിൽ തൻ്റെ പേര് മാറ്റിയിട്ടുള്ളതിന് എന്തെങ്കിലും പേപ്പർ ഒപ്പിക്കണം. കാരണം കേസ് എന്ന് പറയുന്ന ഒരു കാര്യം തൻ്റെ പുറത്തുള്ള ഏറ്റവും വലിയ കുറ്റം എന്ന് പറയുന്നത് താൻ ഷാഹിർ മുഹമ്മദ് എന്ന താൻ ധനുഷ് എന്ന പേര് പറഞ്ഞ് പണം മനഃപൂർവ്വം തട്ടിപ്പിക്കാൻ വേണ്ടി വിവാഹ വാഗ്ദാനം നടത്തി തട്ടിപ്പ് നടത്തി എന്നതാണ് കേസ്. ഈ കേസിനകത്ത് സാക്ഷികളെന്ന് പറയുന്ന താൻ തന്നെ കുറ്റം സമ്മതിച്ചതും കേട്ടു നിന്ന സാക്ഷികളുമുണ്ട്. അത് ആ കല്യാണത്തിന് അന്ന ദിവസം വന്ന ആരൊക്കെയാണ് സാക്ഷികൾ, അവരെ നമുക്ക് നമ്മുടെ കയ്യിലെടുത്ത് അവരെ കൂറ് മാറ്റിപ്പിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഷാഹിർ മുഹമ്മദ് എന്ന പേര് താൻ തന്നെ തനിക്ക് ഉണ്ടെന്ന് സമ്മതിച്ചതൊക്കെ കാര്യം പറഞ്ഞാൽ അതൊരു കുഴപ്പമാവും. പിന്നെ താൻ മതം മാറിയതിനുള്ള സർട്ടിഫിക്കറ്റ് ഒപ്പിച്ച് താൻ ഇങ്ങനെ എന്താണ് ധനുഷ് എന്ന പേര് സ്വീകരിച്ചെന്നുള്ളത് കാര്യത്തിൻ്റെ എല്ലാ ഡീറ്റെയിൽസും വേണം. അതുപോലെ തന്നെ താൻ പഠിച്ച ഓരോ സർട്ടിഫിക്കറ്റിലും ധനുഷ് എന്ന പേര് ഒഫീഷ്യലി മാറ്റിയതിൻ്റെ എല്ലാ റെക്കോർഡ്സും വേണം. തൻ്റെ സർട്ടിഫിക്കറ്റൊക്കെ എന്നെ കാണിച്ചേ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ നടുക്ക് വെച്ച് എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ കേസിൻ്റെ കാര്യത്തിന് നല്ല പോലെ കുടുങ്ങും. ഇത്ര കാര്യങ്ങൾ എനിക്ക് ഒപ്പിച്ചേരാൻ പറ്റുമെങ്കിൽ തനിക്ക് ജാമ്യം എടുത്തു തരുന്ന കാര്യം ഞാനും ഏറ്റേക്കാം. ഇതെല്ലാം ഒപ്പിച്ചേരാമെന്ന് അപ്പോഴത്തേക്കും ശങ്കർ പറയുന്നുണ്ട്. ആ പേപ്പേഴ്സിൻ്റെ കാര്യമൊന്നും പേടിക്കേണ്ട, ആ പേപ്പറൊക്കെ ഞാൻ ഒപ്പിച്ചേരാം. ഗസറ്റിൻ്റെ റെക്കോർഡ് പേപ്പറോ ബാക്കി എന്ത് വേണമെങ്കിലും അതൊക്കെ ഞാൻ ഒപ്പിച്ചേരാമെന്ന് ശങ്കർ ഏൽക്കുമ്പോഴത്തേക്കും ഈ ധനുഷ് എന്താണ് നോക്കിക്കോ, എനിക്ക് മറ്റൊരു കാര്യം അറിയണ്ട, എനിക്ക് ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ 15-ാം നാളെന്നൊരു നാളുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഞാൻ ബെയിലി പുറത്തിറങ്ങിയിട്ടുണ്ടാവണം. അതാണ് എനിക്ക് വേണ്ടതെന്ന് പറയുമ്പം ആ അഡ്വക്കേറ്റിന് തന്നെ ധനുഷിൻ്റെ ആ ഒരു പറയുന്ന ഒരു രീതി കണ്ടിട്ട് ഒരു അസ്വാരസ്യം തോന്നുന്നു. കാരണം ഇവനെന്താണ് ഒരു ചെറിയ സഹിക്കുന്ന രീതിയിലാണ് ഈ സംസാരിക്കുന്നത് തന്നെ. അപ്പോഴത്തേക്ക് അഡ്വക്കേറ്റ് എന്താണ് നാളെയോ മറ്റന്നാളോ എൻ്റെ എന്താണ് മറ്റൊരു ജൂനിയർ വരും, അപ്പോഴത്തേക്കും വക്കാലത്ത് ഒപ്പിട്ട് കൊടുത്താൽ മതി, ബെയിലിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം വന്നിട്ട് എന്നാൽ ശരിയെന്ന് വന്നിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അവന്തിക എന്താണ് നെല്ലിശ്ശേരി വീട്ടിനകത്തിരുന്ന് അന്തസ്സായി പത്രമൊക്കെ വായിച്ച് അവിടെ ഇരിക്കുമ്പോഴത്തേക്കും ശിവരാമൻ അവന്തിക എടുത്തൊരു മാഡം എനിക്കൊരു സഹായം വേണം. എന്താ ശിവരാമ? അത് മറ്റൊന്നുമില്ല, എനിക്ക് എന്താണ് കുറച്ച് പണം ആവശ്യമുണ്ട്. പൈസയുടെ കാര്യമാണോ? ഞാനൊരു കാര്യം ചെയ്യാം ശിവരാമ, ഞാൻ ഇന്ന് അച്ഛനോട് സംസാരിക്കാം. അച്ഛനോട് സംസാരിച്ച് തനിക്ക് എത്ര ശമ്പളം എന്ന് ചോദിച്ചിട്ട് അതൊന്ന് തനിക്ക് അഡ്വാൻസ് തരാൻ വേണ്ടി പറഞ്ഞേക്കാം. പിന്നെ തനിക്ക് അത്രയ്ക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ മറ്റൊരു കാര്യം കൂടി ചെയ്യാം, അക്കൗണ്ടൻറ്റിനെ വിളിച്ച് പറയാം, തനിക്ക് 2-3 മാസത്തെ ശമ്പളം ഒരുമിച്ച് അതിന് എന്താണ് അഡ്വാൻസ് ആയിട്ട് തരാൻ വേണ്ടി പറയാം. അപ്പോൾ അതുപോലെ ശിവരാമൻ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാഡം അതല്ല ഞാൻ ഉദ്ദേശിച്ചത്, ശമ്പളത്തിൽ നിന്ന് കിട്ടുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. മാഡം എനിക്ക് അല്ലാതെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണം. അല്ലാതെ കുറച്ച് പൈസ ഒന്ന് സഹായിക്കണോ? ഞാൻ എന്തിന് തനിക്ക് പൈസ ഒന്ന് സഹായിക്കണം? മാഡം ഇങ്ങനെ പറയാൻ നിൽക്കില്ല, ഞാൻ മാഡത്തിന് പല ആവശ്യങ്ങൾ സാധിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് കുറേ കടമുണ്ട്, എനിക്ക് ആ കടം വീട്ടാനുള്ള പൈസ കിട്ടണം. എനിക്ക് 1,00,000 രൂപയെങ്കിലും കിട്ടിയേ പറ്റുന്നു. 1,00,000 രൂപയോ? ഞാൻ എന്തിനാണോ തനിക്ക് ഈ പൈസ ഒക്കെ തരേണ്ടത്? അതിനുവേണ്ടി എന്ത് ബന്ധം? എന്നിട്ട് കടമായിട്ട് പോലും തനിക്ക് പൈസ തരേണ്ട ആവശ്യം എനിക്കില്ല. പിന്നെ ഞാൻ തനിക്ക് ചുമ്മാ 1,00,000 രൂപ, അതും 1,000-2,000 കടമായിട്ട് തരുന്ന സാരമില്ല, പോട്ടെ നിന്നിട്ട് തരാം മനുഷ്യ പരിഗണനയ്ക്കകത്ത്. പക്ഷേ ഇതിപ്പോൾ 1,00,000 രൂപയോ? 1,00,000 രൂപ തനിക്ക് ചുമ്മാ എടുത്ത് തരാം, എനിക്കും തനിക്ക് എന്ത് ബന്ധമിരിക്കുന്നത്? അതിനുള്ള ബന്ധമൊന്നും എനിക്ക് തന്നോടില്ല ശിവരാമ എന്ന് പറയുമ്പോൾ ശിവരാമൻ്റെ സ്വഭാവം അപ്പാടെ അങ്ങ് മാറുവാണ്. അവന്തിക്ക് പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റാണ് ശിവരാമൻ കൊടുക്കുന്നത്. അതിന് മാഡം എനിക്ക് ചുമ്മാ തന്നൊന്ന് പറഞ്ഞതൊന്നും അല്ലല്ലോ. മാഡത്തിൻ്റെ ഒരു ആവശ്യം മാഡം പറഞ്ഞപ്പോൾ അതിനെ ഞാൻ കൂട്ടുന്നില്ല. അപ്പോൾ എൻ്റെ ആവശ്യങ്ങൾ നടപ്പിലാക്കി തന്ന മാഡം തന്നെയാണ്. ദേ ശിവരാമ
വെറുതെ എന്നെ അതിട്ട് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത്. ഞാനും താനും തമ്മിലുള്ള ഒറ്റൊരു കരാർ തൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്ന് വളർത്താമെന്ന കാര്യം മാത്രമാണ്. പറഞ്ഞ വാക്ക് തന്നെ ഇവിടെ അന്തസ്സായി നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കുന്നുണ്ട്. അത് ശിവരാമൻ്റെ കണ്ണുകൊണ്ട് തന്നെ കാണുന്ന കാര്യമല്ലേ. പിന്നെ ഈ ഇന്ന് ചോദിക്കുന്ന പണത്തിൻ്റെ കാര്യം അതൊന്നും നമ്മൾ തമ്മിൽ പറഞ്ഞ കരാറിനകത്ത് ഉള്ള കാര്യമേ അല്ല ശിവരാമ. അതുകൊണ്ട് അത് എന്നെക്കൊണ്ട് സഹായിക്കാൻ പറ്റത്തില്ല. മാഡം, എനിക്ക് ഒത്തിരി കടമുണ്ട്. എനിക്ക് കടം വീട്ടാൻ തൽക്കാലം പൈസ കിട്ടിയേ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ വന്ന് ചോദിക്കുന്നത്. ഇത് കൊള്ളാലോ, ശിവരാമൻ്റെ കടം വീട്ടാൻ ഞാൻ പണം തരണമെന്നോ? ഞാൻ എന്തിനാണോ തൻ്റെ കടം വീട്ടാനായി ഞാൻ പൈസ ഉണ്ട്, അത് 1,00,000 രൂപ പോലത്തെ തുകയൊക്കെയോ? ഇതൊന്നും ഇവിടെ നടപ്പില്ലല്ലോ. ശിവരാമന് വല്ല കടം ഉണ്ടെങ്കിൽ അത് ശിവരാമൻ സ്വന്തം കാശ് കൊണ്ട് തന്നെ വീട്ടണം. ഇവിടുത്തെ ശമ്പളം കൊണ്ടോ അല്ലെങ്കിൽ ശമ്പളത്തിനെ എടുത്ത് വെച്ച് വല്ല ചിട്ടിക്ക് കൊടുത്തു വെക്കാൻ ശിവരാമൻ സ്വന്തമായി തന്നെ കടം വീട്ടാനുള്ള മാർഗം കണ്ടെത്തണം. അല്ലാതെ എന്നോടൊന്ന് ചോദിച്ചിട്ട് ഒരു കാര്യം നടക്കാൻ പോകില്ല. അങ്ങനെയൊന്നും ഒരു കാര്യം മാഡം, ഞാൻ ഇവിടെ നിറങ്ങുവാണ്. എൻ്റെ കൊച്ചിനെ എന്നെ അവിടെ തന്നിരിക്കുന്നത്. അപ്പോഴത്തേക്ക് എന്താണ്, ശിവരാമൻ ഇവിടുത്തെ ജോലി ചെയ്യണോ വേണ്ടോ എന്നുള്ള കാര്യമൊക്കെ ശിവരാമൻ എന്താണ് സ്വന്തം അഭിപ്രായം അവന്തിക പറയുമ്പോൾ ശിവരാമൻ എന്താണ് വിട്ടുകൊടുക്കാതെ കുഞ്ഞിൻ്റെ കാര്യം അവിടെ എടുത്തിടുക. മാഡം, ഞാൻ അങ്ങ് പോയിക്കോളും. ഞാൻ പോകുമ്പോഴേ എൻ്റെ ഒക്കത്തെ എൻ്റെ കൊച്ചും കൂടെ കാണും. എന്നിട്ട് എൻ്റെ വീട്ടിൽ വളർന്ന ഇവിടുത്തെ സന്ദീപിൻ്റെ കൊച്ചുണ്ടല്ലോ, അതിനെ ഇവിടെ കൊണ്ടുവന്നിട്ട് എടോ, തന്നോട് ഞാൻ പല വട്ടം പറഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം ഈ വീട്ടിൻ്റെ മുറ്റത്ത് വെച്ച് സംസാരിക്കാൻ പാടില്ല. തന്നോട് ഞാൻ എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ? ഈ വീടിൻ്റെ ചുവരുകൾക്ക് വരെ ചെവിയുണ്ട്. തൻ്റെ അടുത്ത് ഈ കാര്യം ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ തനിക്ക് മനസ്സിലാവുന്നില്ലേ? അല്ല, മാഡത്തിന് ഇതൊക്കെ മാഡം എന്നെ കൊണ്ട് പറയിപ്പിച്ചല്ലേ മാഡം? പക്ഷെ പണം മാഡം ആദ്യം തന്നെ എനിക്ക് തന്നു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഇതൊക്കെ സംസാരിക്കാൻ നിൽക്കുമോ? അപ്പോഴത്തേക്കും ലാസ്റ്റ് അവന്തിക്ക് എന്താണ്, ഇടോ മിണ്ടാണ്ടിരിക്കുള്ളൂ, തനിക്ക് എന്തോ പൈസ അല്ലേ വേണ്ട, ഞാൻ തരാം. പിന്നെ ശിവരാമ ഇത് എന്നത്തേക്ക് ആവർത്തിക്കാൻ വേണ്ടി നിൽക്കില്ല, ഇത് തന്നെയായിരിക്കും ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ്. അപ്പോഴത്തേക്കും ശിവരാമ പറയുന്നു, മനുഷ്യൻ്റെ കാര്യമല്ല മാഡം, അപ്പോൾ ഇനി വേണ്ടി വരത്തില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം താൻ ഇനിയും പണം ചോദിക്കുന്നല്ലേ? മാഡത്തിന് ഞാൻ അങ്ങോട്ട് സഹായം ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ മാഡം തിരിച്ച് എന്നെ സഹായിക്കേണ്ട മാഡത്തിൻ്റെ ബാധ്യത തന്നെയാണ് ശിവരാമൻ അടിച്ചുറപ്പിച്ച് പറയുമ്പം അവന്തിക്ക് മേടിച്ച പണി എത്രമാത്രമാണെന്നുള്ള കാര്യം അവന്തിക്ക് അറിയോ? കാരണം അവന്തി കഴിച്ചിട്ട് എന്താണ്, ഇറക്കാനും വയ്യ തുപ്പാനും വയ്യാത്ത അവസ്ഥയ്ക്ക് നിൽക്കുന്നതാണ് ശിവരാമൻ എന്ന് പറയുന്ന ഒരു കൊടുവള്ളി. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇവർ രണ്ടുപേരും തമ്മിലുള്ള കോൺവെർസേഷൻ. അതിൽ പ്രധാനമായിട്ട് അർച്ചന കേൾക്കുന്ന ഒരു ഭാഗം എന്ന് പറയുന്നത്, മാഡത്തിന് ഞാൻ ഒരു സഹായം ചെയ്തു തന്നേല്ലേ, അപ്പം മാഡം എന്നെ തിരിച്ചും സഹായിക്കേണ്ടത് മാഡത്തിൻ്റെ ബാധ്യത എന്ന് പറയുന്ന കാര്യം, പണം ചോദിക്കുന്ന കാര്യം നമ്മുടെ അർച്ചന അന്തസ്സായി കേട്ട് കഴിഞ്ഞു. അപ്പോൾ അർച്ചന അകത്തുനിന്ന് ചിന്തിക്കുമോ, അവന്തിക്കും ശിവരാമൻ തമ്മിലുള്ള ബന്ധം എന്താ? അപ്പോൾ ശിവരാമൻ ഇവിടെ ജോലി തേടി മാത്രം വന്നല്ല, മറ്റെന്തോ ഒരു ബന്ധമുണ്ട്, ഇത് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അവന്തിക ശിവരാമൻ തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടെന്നുള്ള കാര്യം നമ്മുടെ അർച്ചനയ്ക്ക് കത്തിക്കഴിഞ്ഞ്. നമ്മുടെ ആതിര റൂമിനകത്ത് നമ്മുടെ കുഞ്ഞുമോൾ കടന്ന് ഭയങ്കര കരച്ചില്ല. അപ്പോഴത്തേക്കും അർച്ചന പോയി കുഞ്ഞിനെ മേടിച്ചിട്ട് ഞാൻ എന്താണ് കുഞ്ഞിനെ കുളിപ്പിച്ചിട്ട് കൊണ്ട് തരാമെന്ന് പറയുമ്പം ആതിര എന്താണ്, ഓക്കെ ചേച്ചി കൊണ്ടുപോയല്ലോ, എനിക്ക് ആ സമയത്ത് എന്താണ് ഇവിടെ ഉള്ള ബാക്കി തുണിയൊക്കെ മടക്കി വെക്കാമെന്ന് പറഞ്ഞിട്ട് ആതിര ഇരുന്ന് അവിടെ എന്താണ് തുണിയൊക്കെ ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ് കാണിക്കുന്നത്. ഇവിടെ അർച്ചന കുഞ്ഞിനെ കുളിപ്പിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും അനഘയും കൂടെ ഉണ്ട് കൂടെ കുളിപ്പിക്കാൻ. അപ്പോൾ അനഘയാണ് വെള്ളമൊക്കെ ചൂടാക്കി റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോഴത്തേക്കും അർച്ചന വെള്ളം തൊട്ട് നോക്കിയിട്ട്, എടീ ഇതിന് നല്ല ചൂടുണ്ട്, നിനക്ക് കുളിക്കാനല്ല, നീ കുറച്ചും കൂടെ പച്ചവെള്ളമൊക്കെ ചേർന്ന് പറഞ്ഞിട്ട് കുഞ്ഞിന് എന്താണ് നല്ല പക്വമായിട്ട് ഇരുന്നിട്ട് കുഞ്ഞിനെ കുളിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. ഇതെല്ലാം കണ്ടുകൊണ്ട് അവധിക്ക് നിൽക്കുമ്പം ഇങ്ങനെ വിട്ടാൽ കാര്യം ശരിയാവില്ല. ഇവർക്ക് അമ്മയാകാൻ പറ്റിയില്ലെങ്കിലും അമ്മ എന്ന സന്തോഷം അർച്ചന അനുഭവിക്കുന്നത് എനിക്കത് സഹിക്കാൻ പറ്റത്തില്ല. കാര്യത്തിനൊരു പാര പണിയാനായി ആതിരയെ കാണാനായി റൂമിൽ പോകുന്ന അവന്തികയാണ് കാണുന്നത്. ആതിരയെ കണ്ടത്, ആതിര ഇവിടെ ഇരിക്കുമായിരുന്നു, കുഞ്ഞ് എപ്പോഴും നിൻ്റെ കയ്യിലില്ല അല്ലേ, അത് കുഞ്ഞിനെ ചേച്ചി എന്താണ് കുളിപ്പിക്കാൻ കൊണ്ടുപോയി. നിൻ്റെ കുഞ്ഞിനെ കുളിപ്പിക്കാൻ പോലും നിൻ്റെ കയ്യിൽ അർച്ചന തരാറില്ല. അപ്പോഴത്തേക്കും അങ്ങനെയൊന്നുമല്ല, നിനക്കെന്താ കുഞ്ഞിനെ കുളിപ്പിക്കാൻ അറിയത്തില്ല? എനിക്കറിയാം, പക്ഷേ ചേച്ചി ഞാൻ കുളിപ്പിക്കാൻ കൊണ്ടുപോയതാ. അങ്ങനെയൊക്കെ കൊടുക്കുന്നൊക്കെ കൊള്ളാം, ഇതൊക്കെ എന്ന് വരെയൊക്കെ നിൽക്കും. ചുരുക്കി പറഞ്ഞാൽ നാളെ നിൻ്റെ കുഞ്ഞിനെ എടുക്കണമെങ്കിൽ പോലും അർച്ചന കയ്യിൽ നിനക്ക് പെർമിഷൻ മേടിക്കേണ്ടി വരും. അതെന്തിനാ എൻ്റെ കുഞ്ഞിനെ എടുക്കാൻ എനിക്ക് ചേച്ചിയുടെ കയ്യിൽ പെർമിഷൻ മേടിക്കേണ്ടി വരുന്നത്? അങ്ങനെ ഒന്നും വരത്തില്ല എന്നൊക്കെ ആദ്യം എന്താണ് വളരെ നിസ്സാരമായുള്ള രീതി തന്നെ എന്താണ് ലഘുവായിട്ട് സംസാരിച്ച് പോവാണ്. പക്ഷേ ഈ ആതിരയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വയ്ക്കാനുള്ള അവന്തികയുടെ പ്ലാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ അർച്ചനയൊക്കെ എന്താണ് സഹോദരികളാണ്, അതിൻ്റെ തമ്മിൽ ഞാൻ നിങ്ങളുടെ ഇടയിൽ കയറി ഒന്ന് സംസാരിക്കുന്നതൊന്നും ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ എന്നാലും നിന്നോടുള്ള കരുതൽ കൊണ്ട് പറയുന്നേ ഉള്ളൂ. കുഞ്ഞുങ്ങളായിട്ട് ഏറ്റവും പ്രധാനം വേണ്ടത് ഒരു അമ്മയ്ക്ക് ആത്മബന്ധമാണ്. അങ്ങനത്തെ ഒരു ആത്മബന്ധം നീയും കുഞ്ഞും തമ്മിലുണ്ടോ? അവിടുത്തെ ആദ്യം ഇങ്ങനെ ആലോചിച്ച് നോക്കുമ്പോഴത്തേക്കും പറയുന്നത്, ഇല്ല, അങ്ങനെ ഒരു ആത്മബന്ധം നിനക്കും കുഞ്ഞിനിടയിൽ ഉണ്ടെങ്കിൽ കുഞ്ഞിനെ നീ എടുക്കുമ്പം കരയുന്നതും അർച്ചന വന്നത് കുഞ്ഞ് കരച്ചിൽ നിർത്തുന്നത് എന്തുകൊണ്ടാണ്? അർച്ചനയ്ക്കാണ് കുഞ്ഞുമായിട്ട് ഇപ്പോൾ ആത്മബന്ധം ഉണ്ടാകുന്നത്. നിൻ്റെ കൈ കുഞ്ഞിനെ രാത്രി കൊണ്ട് ഏൽപ്പിക്കുന്ന കാര്യം തന്നെ നിനക്ക് കുഞ്ഞിന് പാൽ കൊടുക്കണമെന്നുള്ള കൊണ്ട് മാത്രമാണ്. ഇനി ആ പാൽ കുടിക്കുന്ന പ്രായം കൂടെ കഴിഞ്ഞാൽ അർച്ചനയുടെ സ്വന്തം കുഞ്ഞായിരിക്കും നിൻ്റെ കുഞ്ഞ്. നീ പ്രസവിച്ചെന്നേ കാണത്തുള്ളൂ. അവസാനം നിൻ്റെ കൊച്ചിൽ നിനക്ക് പോലും അവകാശം കാണത്തില്ല. അർച്ചനയായിരിക്കും സർവ്വസമയം കൊണ്ട് നടക്കുന്നതൊക്കെ. നിനക്ക് പോയിട്ട് അവസാനം നിനക്ക് നിൻ്റെ കുഞ്ഞിനെ നഷ്ടപ്പെടാതെ ഇരുന്നാൽ മതി എന്ന് മാത്രമേ എനിക്കൊരു കാര്യമുള്ളൂ പറയാനായിട്ട്. അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ ആതിര പറയുമ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നൊക്കെ നിനക്ക് ഇപ്പം തോന്നും, നിനക്കതൊന്നും മനസ്സിലാവത്തില്ല. അർച്ചന ഇന്നാൾ ഇവിടെ വലിയ കാര്യത്തിൽ പറയുന്നത് കേട്ട് ആദ്യമായിട്ട് കുഞ്ഞിനെ ഏറ്റുപിടിച്ച ഞാനാണ്. ആദ്യമായിട്ട് ഏറ്റുപിടിച്ചത് അവൾ തന്നെ, ആദ്യം കുഞ്ഞിന് ഉമ്മ കൊടുത്തത് അവൾ തന്നെ, കുഞ്ഞിനെ ഇപ്പം വളർത്തുന്ന കുഞ്ഞിനെ താഴെ ഇറക്കാതെ കൊണ്ട് നടക്കുന്നതൊക്കെ അർച്ചന തന്നെ. അവസാനം കുഞ്ഞ് നിൻ്റെ അടുത്ത് വരാതെ അർച്ചനയെന്ന് പറഞ്ഞിട്ടൊക്കെ നടക്കാതിരുന്നാൽ നിനക്ക് കൊള്ളാമെന്നൊക്കെ പറയുമ്പം ആദ്യയുടെ മനസ്സിൽ ചെറിയൊരു പേടി വരും. നിൻ്റെ കുഞ്ഞിനെ
കുഞ്ഞിനൊക്കെ നഷ്ടപ്പെടാൻ നിനക്ക് സഹിക്കാൻ പറ്റുമോ? അത് കേൾക്കുമ്പോൾ ഏതൊരു അമ്മയായാലും എന്താണ് ആ ഒരു മാനസികമായ ഒരു ചഞ്ചലം ഏർപ്പെടുമല്ലോ. ആ നിമിഷത്തെ ആ ഒരു പൊസസീവ്നെസ് അത് കറക്റ്റ് ആതിരയിൽ വർക്കായി കഴിഞ്ഞു. ഇനി ആ പൊസസീവ്നെസ് അവിടുന്ന് കത്തിച്ച് വിട്ട് കഴിഞ്ഞാൽ അതങ്ങ് ആറിപ്പോയാലോ എന്ന പേരിൽ അടുത്തൊരു ഭീമമായ ഒരു രീതിയിലൊരു ട്രിക്ക് ഇടുവാണ് അവന്തിക. ആ ട്രിക്ക് മറ്റൊന്നുമല്ല, അർച്ചനയുടെ കാര്യം പറഞ്ഞ തന്നെയാണ്. അതായത് ഒരു ദോഷം, അർച്ചന കുഞ്ഞിനെ എടുത്താൽ ഒരു ദോഷം വരുമെന്ന രീതിയിൽ ഒരു സംസാരത്തിലേക്ക് കൊണ്ടുവരികയാണ്. ആ എന്തായാലും അവന്തിക എന്ന് പറഞ്ഞ അവളുടെ കാര്യത്തിനകത്ത് പറയുമോ, ഈ വീട്ടിനകത്ത് ആദ്യം കുഞ്ഞ് ജനിക്കുന്നു വെച്ച് എൻ്റെ കാര്യത്തിനകത്ത്, പക്ഷേ അതിനുള്ള ഭാഗ്യം അവന്തിക്ക് കിട്ടിയില്ലെങ്കിലും ഈ ഏട്ടത്തെ കിട്ടിയില്ലെങ്കിലും അത് നിനക്ക് കിട്ടിയല്ലോ മോളെ, അതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ. അറിയാവുന്ന അറിയത്തില്ല, ഈ നാട്ടിലെ ഈ പ്രസവിക്കാത്ത പശുവിനൊക്കെ പറയുന്ന മച്ചിപ്പശു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പ്രസവിക്കാത്ത സ്ത്രീകൾ, അർച്ചന എന്താണ് ഇന്ന് വരെ ഗർഭിണി ആയിട്ടുമില്ല, അങ്ങനെയൊക്കെ ഉള്ളവരുടെ കയ്യിലൊക്കെ കൊച്ചിനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്താണ്, തനിക്ക് കൊച്ചില്ലാത്തതിൻ്റെ ഒരു സങ്കടം കൊണ്ട് കുഞ്ഞിനെ കയ്യിലെടുക്കുമ്പോഴൊക്കെ അവർക്ക് എന്താണ് ഭയങ്കര എന്താണ് ആ മനോവിഷമാണ്. അത് തന്നെ മതി കുഞ്ഞിന് വലിയൊരു ദോഷം തരണം. അങ്ങനെയൊക്കെ ഒരു ദോഷം തട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതൊക്കെ മാറ്റിയെടുക്കാൻ വലിയൊരു പാടാണ് കേട്ടോ. അതൊന്നും ആദരയ്ക്ക് അറിയത്തില്ലായിരിക്കും, പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടല്ലേ നാട്ടിൽ അതിൻ്റെയൊക്കെ ദോഷം മാറ്റാൻ തന്നെ പ്രത്യേക രീതിയിൽ പൂജയും കാര്യങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ആ ദോഷമൊന്നും വരുത്തി വെക്കില്ലെന്നേ എനിക്ക് പറയാനുള്ളൂ. കാരണം നെല്ലിശ്ശേരിയിലെ ആദ്യത്തെ കൊച്ചുമോളാണ്. അപ്പം ആ കുഞ്ഞിന് ഒരു ആപത്തും വരുത്താതെ നോക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരെയും തന്നെ ഉത്തരവാദിത്വം. അതുകൊണ്ട് ഞാൻ ആ ഒരു കരുതലിൽ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ എന്താണ്, നിൻ്റെ സഹോദരി തന്നെയാണ് അർച്ചന, പക്ഷെ നിർത്തേണ്ട സ്ഥാനത്തിനകത്തതാണ് നീ നിർത്താൻ പഠിച്ചില്ലെങ്കിൽ അവസാനം നിൻ്റെ കുഞ്ഞിന് വല്ല ദോഷം വന്നിട്ട് പിന്നെ ഇരുന്ന് കരഞ്ഞിട്ടും ആ ദോഷം മാറ്റാൻ അമ്പലങ്ങൾ കയറി നടന്നിട്ടൊന്നും കാര്യമില്ല. പറയാനുള്ളതൊക്കെ ഏട്ടത്തി പറഞ്ഞു പറയുമ്പം ആതിരയുടെ മനസ്സങ്ങ് മാറണം. അപ്പോൾ ആതിര അവിടെ നിൽക്കുമ്പോൾ തന്നെ നോക്കുമ്പോഴത്തേക്കും അർച്ചന വീണ്ടും കുഞ്ഞിനെ കുളിപ്പിച്ച് വന്നിട്ട് കുഞ്ഞിന് എന്താണ് അർച്ചന തന്നെ ഇട്ട് ഒരുക്കുന്ന കാണും. അത് നോക്കി നിൽക്കുമ്പം ആതിര ആ മുഖത്തിൻ്റെ ഭാഗം കണ്ടാൽ തനിക്കെന്നും നഷ്ടപ്പെടാൻ പോകുമെന്നോ എന്നുള്ള പേടിയും, തന്നെ കുഞ്ഞിനെ ചീച്ചിയെടുത്താൽ കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയൊക്കെ ആതിരയുടെ മുഖത്ത് ഇങ്ങനെ തെളിഞ്ഞ് കാണിച്ചുകൊണ്ട് നിന്നാണ് അടുത്ത എപ്പിസോഡ് എൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ നെക്സ്റ്റ് എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് കമൻസും ഷെയർസ് ലൈക്സിനും മറക്കണ്ട. അതുപോലെ തന്നെ ഇങ്ങനത്തുള്ള ഓരോ സോഷ്യൽ സ്റ്റിക്കും, അതായത് കുഞ്ഞിനെ എടുക്കുന്നതിന് ദോഷം വരും എന്നൊക്കെ ഉള്ള ചിന്താഗതികളുടെ പ്രതികൂല കാര്യങ്ങൾ മാത്രമേ എൻ്റെ മനസ്സിൽ ചിന്താഗതിയുള്ളൂ. കാരണം ഇതൊന്നും എന്താണ് ഇന്നും ഈ സമൂഹം 2024 കഴിഞ്ഞ് 2025 പോകും ഇങ്ങനത്തെ ഒരു വിശ്വാസങ്ങളൊന്നും ആരും വെച്ച് പുലർത്താതെ ഇരിക്കുക. എല്ലാവരും മനുഷ്യനായി കാണാൻ തന്നെ ശ്രമിക്കുക. അത് മാത്രമാണ് ഏറ്റവും വലിയൊരു അഡ്വൈസായിട്ട് എനിക്ക് തരാനുള്ളത്. ബൈ.